ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ വചനത്തിന്റെ മുൻപിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ക്ലാസ്സിലേക്ക് കടന്നു വരാം. ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, കരുണയുള്ള കർത്താവേ, നിന്റെ കരങ്ങളിൽ വളരെ വിനയത്തോടെ ഈ ശുശ്രൂഷയെ ഏൽപ്പിക്കുക. ഡിവൈസിന്റെ യാതൊരു പ്രശ്നവുമില്ലാതെ കർത്താവെ ക്ലാസ് പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഒന്ന് സഹായിക്കണം. നിന്റെ കരുണയും കൃപയും ചോദിക്കുക. ഈ ഡിവൈസിൽ കടന്നു വരുന്ന എല്ലാവരും കർത്താവ് ഏകാഗ്രതയോടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ തക്കവണ്ണം സഹായിച്ചാട്ടെ. കർത്താവ് മഹത്വം എടുക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. നമ്മള് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാമത്തെ അധ്യായമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ 9-ാമത്തെ അധ്യായത്തില് നമ്മൾ പറഞ്ഞ ഒരു വാക്യതാണ് 15-ാമത്തെ വാക്യം. ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം. എവിടെ നിന്നാണ് ദൈവം തെരഞ്ഞെടുത്തത് അത് നമ്മൾ പറഞ്ഞു. 9-ന്റെ 1-2 വാക്യം. നമുക്ക് വേണമെങ്കിൽ അതിനൊരു ഹെഡിങ് കൊടുക്കാം. തെരഞ്ഞെടുത്ത പാത്രം, അതാണ് അതിന്റെ പ്രധാന ടൈറ്റിൽ. അതില് 1-ാമത്തേത് അവിശുദ്ധ പാത്രം, വിശുദ്ധിയില്ലാത്ത പാത്രം. വിശുദ്ധ പൗലോസ് തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ്. എന്തായിരുന്നു ആ പാത്രം? അഴുക്കായിരുന്നു ആ പാത്രം. കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണി നിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ അനുഗാമികളെ, അവരുടെ നേരെ വിരോധം നിറഞ്ഞൊരു മനുഷ്യൻ. ദൈവനിന്ദ, പീഡനം, ഉപദ്രവം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിറച്ചു വെച്ച, പ്രതികാരം നിറച്ചു വെച്ച, കോപവും ധാർഷ്ട്യവും നിറച്ചു വെച്ച, അങ്ങനെ കളങ്കിതമായ ഒരു പാത്രം, അവിശുദ്ധ പാത്രമായിരുന്നു പൗലോസ്, ശൗവൽ. 9-ന്റെ 1-2 വാക്യം നമ്മളത് വായിച്ച വാക്യമാണ്. ശൗവൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട്, കണ്ടോ, ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന ദമസ്കാസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് മഹാപുരോഹിതരുടെ അധികാരപത്രവും വാങ്ങി പിടിച്ചുകെട്ടി കൊണ്ടുവന്ന് കൊന്നുകളയാനുള്ള സാന്നിധ്യമായിരുന്നു പൗലോസിന് ഉണ്ടായിരുന്നത്. അങ്ങനെ കൊള്ളരുതാത്തവനായിരുന്നു. നമ്മൾ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ മലിനമായ പാത്രം കഴുകി പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും ചെയ്യുമല്ലോ, മലിനപ്പെട്ട പാത്രങ്ങൾ നമ്മൾ കഴുകും. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6-ന്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നുവെങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പം മലിനമായ പാത്രങ്ങൾ എന്തു ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്താലും ആത്മാവിനാലും അവന്റെ രക്തത്താലും അവന്റെ വചനത്താലും മലിനപ്പെട്ട മനസ്സുകളെ, മലിനപ്പെട്ട പാത്രങ്ങളെ കഴുകണം. മലിനപ്പെട്ട പാത്രങ്ങളെ കഴുകണം. ദൈവത്തിന് സ്തോത്രം. പൗലോസിനെ പോലെ മലീമസമായ ഒരു വ്യക്തിയെ കർത്താവ് കഴുകിയെടുത്തു.
നമ്മൾ നമ്മുടെ പൂർവ്വകാലങ്ങളിലേക്കും തിരിഞ്ഞു നോക്കാമോ? നമ്മളും എന്തുമാത്രം മലിനരായിരുന്നു, നമ്മളിലും എന്തുമാത്രം അഴുക്കുണ്ടായിരുന്നു. കുറെ വരട്ട് സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. മുഴുവനും ഒന്നും പോയിട്ടില്ല, ഇപ്പോഴും ഉണ്ട് കുറെയൊക്കെ ഉള്ളിൽ, തങ്ങിയും പറ്റിപ്പിടിച്ചും ഇരിക്കുകയാണ്. എത്ര കഴുകിയിട്ടും പോകാത്ത കറകളുണ്ട് ജീവിതത്തിൽ. എന്നാൽ കർത്താവ് അവന്റെ സന്നിധിയിലേക്ക് നമ്മൾ എപ്പോ ചെന്നാലും അവൻ അവന്റെ രക്തം കൊണ്ട് അവന്റെ മക്കളെയൊക്കെ കഴുകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന്റെ മുൻപിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾക്കൊരു പ്രാർത്ഥനയോടെ ഇരിക്കാം. ഈ പാത്രം ഈ പാത്രം മലിനമാണ് കർത്താവേ, മലീമസമായിരുന്നു കർത്താവേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തേത് 9:6 വാക്യം നിങ്ങൾ വായിച്ചു നോക്കൂ. നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് പറഞ്ഞു. അപ്പോ അതുവരെ അവനും ജ്ഞാനവും അറിവും പ്രാപ്തിയും ബുദ്ധിയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കണം, ഇപ്പോൾ ശൗൽ ഒരു ചോദ്യത്തിന്റെ മുൻപിലാണ്. ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം ശൂന്യതയുടെ മുൻപിൽ ആരംഭിക്കുന്നതാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. എല്ലാ അറിവും ഉണ്ടായിരുന്ന ശൗലേ, നിനക്ക് എന്ത് സംഭവിച്ചു? തിന്മ നിറഞ്ഞ ഹൃദയം, വഷളത്തരവും അക്രമവും നിറഞ്ഞ ഹൃദയം, മലിനമായ ഹൃദയം, അതിന്ന് ശൂന്യമായിരിക്കുന്നു. അതിനകത്ത് ഒന്നുമില്ല, ഒരു ഒഴിഞ്ഞ പാത്രമാണ്. 22-ാമത്തെ അധ്യായം, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 22-ാമത്തെ അധ്യായം, അതിന്റെ 10-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 22-ന്റെ 10-ാം വാക്യം ഇങ്ങനെയാണ്: കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട് എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകാം, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറഞ്ഞു. അപ്പോ ഈ രണ്ട് വാക്യങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നിലവിൽ പൗലോസിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിലവിൽ പൗലോസിന്റെ മനസ്സ് വളരെ ഫ്രീ ആണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല, എന്തൊക്കെ ചെയ്യണമെന്നും അറിയില്ല. നമ്മളുടെ വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ചിലര് വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോ അവർക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് അറിയില്ല, വേദപുസ്തകം വായിക്കേണ്ടത് എങ്ങനെയാന്ന് അറിയില്ല, ആരാധനയ്ക്ക് വരേണ്ടത് എങ്ങനെയാന്ന് അറിയില്ല, തിരുവത്താഴത്തോടടുത്ത് വരേണ്ടത് എങ്ങനെയാന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അവർക്ക് വെറും ശൂന്യത. എന്നാൽ നമ്മളൊക്കെ പാരമ്പര്യ ഭവനത്തിൽ ജനിച്ചത് കൊണ്ട്, ഒരു സൺഡേ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ അത്യാവശ്യം നമുക്ക് ലഭിച്ചത് കൊണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം, മുഴുവൻ അറിയില്ലെങ്കിലും. അങ്ങനെ ഒരു അല്പാൽപമായ തിരിച്ചറിവൊക്കെ നമുക്കുണ്ട്. പക്ഷെ പൗലോസ് നിഗ്രഹിക്കാൻ നോക്കിയ മതം പൗലോസിനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒഴിഞ്ഞ പാത്രം. സ്വന്തം പ്ലാനും ഉദ്ദേശങ്ങളും എല്ലാം ഉപേക്ഷിച്ചു എന്ന് സാരം. എല്ലാം പൗലോസ് കൈവിട്ടു. ദൈവം അവനെ കീഴ്മേൽ മറിച്ചു. അഹങ്കാരവും ധിക്കാരവും
അഹന്തയും ഉന്നത ചിന്തകളും എല്ലാം ഒഴുകിപ്പോയി. ഒരു യഥാർത്ഥ മാനസാന്തരത്തിന്റെ ലക്ഷണം വാക്കുകളിലോ പ്രവൃത്തികളിലോ അഹങ്കാരം ഉണ്ടാകില്ല. തലക്കനം, പറയുന്ന വാക്കിന് ഉപയോഗിക്കുന്ന ശൈലി, ധിക്കാരപരമായ പ്രയോഗങ്ങൾ, ഇതൊന്നും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ചേർന്നതല്ല ദൈവമക്കളെ. പൗലോസ് ടോട്ടലി മാറി. കടുവയായിരുന്നവൻ കുഞ്ഞാടായി മാറി. അവന് സ്വന്തമായി ഒന്നുമില്ലാതായി. കർത്താവ് കൊടുക്കുന്നതും കർത്താവ് ചെയ്യുന്നതും മാത്രമായി. കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മിലെ അഹന്തയും നമ്മുടെ അഹങ്കാരവും നമ്മളിലെ സകല തിന്മകളും ഒഴുകിപ്പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അത്തരം കഴുകുമ്പോൾ നന്നായി കഴുകണം. നിങ്ങളെ ആരും അത് പഠിപ്പിക്കണ്ട. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു, കർത്താവേ, യഹോവേ, നീ എന്നെ നന്നായി കഴുകണമേ. ഹിമത്തേക്കാൾ നന്നായി വെളുക്കേണ്ടതിന് എന്നെ ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. കർത്താവേ, നീ എന്നെ കഴുകണമേ. അവൻ കഴുകിയാൽ അതെല്ലാം മാറിപ്പോകും. മൂന്നാമത്തേതാണ് നമ്മൾ പറഞ്ഞത്, തെരഞ്ഞെടുത്ത പാത്രം. നമ്മൾ പറഞ്ഞതാണത്, ഞാൻ ആവർത്തിക്കുന്നില്ല. മൂന്നാമത്തേത് തെരഞ്ഞെടുത്ത പാത്രം. അവന്റെ ഹിതത്തിന്റെ പ്രസാദപ്രകാരം കൃപയാൽ. ലേഖനം 1:5, 2:8, ഗലാത്യർ 1:15. കൃപയാൽ വിളിച്ചിരിക്കുന്ന എന്റെ ദൈവം. നമ്മൾ പറഞ്ഞതാണ്, തന്റെ നന്മ കൊണ്ട്, നമ്മുടെ ആരുടെയും നന്മ കൊണ്ട്, നമ്മുടെ ആരുടെയും യോഗ്യത കൊണ്ട് ദൈവം തെരഞ്ഞെടുത്തതല്ല. തന്റെ കൃപയാൽ വിളിച്ച ദൈവം. എഫേസ്യർ 1:5 വാക്യം വായിക്കുമ്പോൾ കാണാം, നമ്മൾ വായിച്ചതാണ് ആ വാക്യം. അവന്റെ ഹിതത്തിന്റെ പ്രസാദപ്രകാരം അവന്റെ കൃപയാൽ എന്നെ തെരഞ്ഞെടുത്തു. അങ്ങനെ നമ്മൾ ദൈവം തെരഞ്ഞെടുത്ത പാത്രമായി. അപ്പോ അഴുക്കുള്ള പാത്രം കഴുകി അവൻ തെരഞ്ഞെടുത്തു. 4, നിറഞ്ഞ പാത്രം. ഗലാത്യ ലേഖനം 1-ാം 15 നമ്മൾ വായിച്ചു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. അപ്പൊ ദൈവത്തിന്റെ പ്രസാദത്താലും ദൈവത്തിന്റെ കൃപയാലും അവനെന്നെ വിളിച്ച് അവനെന്നെ നിറച്ചു. ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങി വരികയും ചെയ്തു. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഇവിടെ ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കണം. അപ്പൊ ഈ ശൂന്യമായ പാത്രത്തിനകത്ത് ദൈവം എന്തോ നിറച്ചു? സുവിശേഷം നിറച്ചു. ദൈവം സുവിശേഷം അവന് പകർന്നു കൊടുത്തു. എന്തിന്? ജാതികളോട് അറിയിക്കേണ്ടതിന്. ഒരുത്തർക്ക് എഴുതിയ 2-ാം ലേഖനം 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി
ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു. അപ്പൊ ഇപ്പൊ എന്തൊക്കെയുണ്ട്? ഈ ഒഴിഞ്ഞ പാത്രത്തിനകത്ത് സുവിശേഷം പകർന്നു, നിക്ഷേപം പകർന്നു. ഈ മൺപാത്രത്തിനകത്ത് എന്തെല്ലാം കോരി ഒഴിച്ചു? പരിശുദ്ധാത്മാവിനെയും പകർന്നു, സുവിശേഷത്തെയും പകർന്നു. അങ്ങനെ ഇപ്പോൾ ആ പാത്രം എന്തായി? ആ പാത്രം നിറഞ്ഞു. 2 കൊരിന്ത്യർ ലേഖനം 12:10 നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 12:10 ബലഹീനതകളെ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പൗലോസിന് ഇഷ്ടമായിരിക്കുന്നു സഹനം, മറ്റുള്ളവരാൽ കയ്യേറ്റം ചെയ്യപ്പെടുന്നത്, വേലയിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്, വേലയിലുണ്ടാകുന്ന ഉപദ്രവം, വേലയിലുണ്ടാകുന്ന ബലഹീനത, ശരീരത്തിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, ഇതെല്ലാം സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതിന്റെ അടിയിൽ നിങ്ങൾ വരച്ചിട്ടേക്കണം, ഇതെല്ലാം സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നമുക്ക് സഹിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ്. സഹനം നമ്മൾക്കില്ല. ബുദ്ധിമുട്ട് സഹിക്കാൻ നമ്മളെ കൊണ്ട് വയ്യ. മറ്റുള്ളവരാൽ കയ്യേറ്റം ചെയ്യപ്പെടുന്നത് സഹിക്കാൻ നമ്മളെ കൊണ്ട് വയ്യ. ഉപദ്രവം അനുഭവിക്കാനും നമ്മളെ കൊണ്ട് വയ്യ. എന്തിന്? ഇന്ന് ചെയ്യേണ്ട കാര്യം നാളത്തേക്കൊന്ന് മാറ്റിവെച്ചിട്ടാണെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് പോകണമെന്ന് പറഞ്ഞ ഒരു കാര്യം പോസ്റ്റ്പോൺ ചെയ്യാൻ പോലും വയ്യ. അത്രമാത്രം പിന്മാറ്റത്തിലും പിന്നിലുമാണ് നമ്മൾ. ദൈവത്തിന് സ്തോത്രം. 5-ാമത്തെ കാര്യം, വേർതിരിക്കപ്പെട്ട പാത്രം. വേർതിരിക്കപ്പെട്ട പാത്രം. പ്രവൃത്തികൾ 13:2 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 13:2. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ. വേർതിരിക്കപ്പെട്ട പാത്രം, അവന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട പാത്രം. നമ്മളൊക്കെ ഒരു പുതിയ സൃഷ്ടിയാണ്. ഒരുവനെ പോലും ഒരുവൻ ആരുമില്ല, നിങ്ങൾക്കതറിയാൻ. എന്നെ പോലെയാകാൻ നിങ്ങൾക്കോ നിങ്ങളെപ്പോലെയാകാൻ എനിക്കോ കഴിയില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു മണിക്കൂറൊക്കെ നമുക്ക് അനുകരിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ സ്ഥിരമായി നമ്മുടെ പേഴ്സണാലിറ്റിയെ ചേഞ്ച് ചെയ്യാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല, നമ്മുടെ കർത്താവിനല്ലാതെ. അവൻ നമ്മുടെ പേഴ്സണാലിറ്റി മാറ്റിയത് കൊണ്ടാണ് ദൈവമക്കളെ ഇന്ന് നമ്മൾ ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ ഒതുങ്ങിയിരിക്കണേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എന്റെ പേഴ്സണാലിറ്റിയെ നീ ഒന്ന് ഒതുക്കി. ആമേൻ. അതിനൊന്ന് ഒതുക്കിയിട്ട് നീ തരുന്നൊരു പുതിയ ഇമേജ് ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവന് വേണ്ടി വേർതിരിക്കപ്പെട്ട പാത്രം. പണ്ട് എന്റെ വീട്ടില് അപ്പച്ചന് മാത്രം ഭക്ഷണം കൊടുക്കുന്ന ഒരു ഓട്ടുപാത്രം ഉണ്ടായിരുന്നു.
ഓടുകൊണ്ടുള്ള ഒരു കിണ്ണ, ഒരു പ്ലേറ്റ്. അതിന് അപ്പച്ചന് മാത്രമേ ഭക്ഷണം കൊടുക്കുള്ളൂ. ഞങ്ങൾക്കൊക്കെ ചട്ടിയിൽ തരും, അപ്പച്ചന് നല്ല ഓട്ടുപാത്രത്തിൽ കൊടുക്കും. അത് അപ്പച്ചനുള്ളതാണ്. അമ്മ അത് ഞങ്ങളെ തൊടിക്കില്ല. അപ്പച്ചന്റെ പാത്രം അവിടെ വെച്ചരടാന്ന് പറയും. അപ്പച്ചന് വേണ്ടി വേർതിരിക്കപ്പെട്ട പാത്രം. എനിക്കുണ്ട് എൻ്റെ വീട്ടിൽ. എനിക്ക് ഭക്ഷണത്തിന് വേണ്ടി ഞാനൊരു പാത്രം മാറ്റി വെച്ചിട്ടുണ്ട്, വേർതിരിക്കപ്പെട്ട ഒരു പാത്രം. അത് ഓടും സ്വർണ്ണമൊന്നുമല്ല, ഒരു സ്റ്റീലിന്റെ പാത്രമാണ്, വേർതിരിക്കപ്പെട്ട പാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട, യേശു കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു പാത്രം. ഒരു കാലത്ത് അഴുക്കായിരുന്നു, അത് കർത്താവ് എടുത്തു കഴുകി, അവനത് തെരഞ്ഞെടുത്തു. അതിനുശേഷം അത് അവന് മാത്രമായിട്ട് വേർതിരിച്ചു. എങ്ങനെ അവനെ സ്തുതിക്കാതിരിക്കും? നമ്മുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു പോവുക. എൻ്റെ ദൈവം എന്നെ അവന് വേണ്ടി വേർതിരിച്ചു. വേർതിരിക്കപ്പെട്ട പാത്രം. റോമാലേഖനം 1:12 വാക്യം നമ്മൾ വായിക്കുമ്പോ അവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും. സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ട് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. ദൈവമക്കളെ, നമ്മളെ ദൈവം വേർതിരിച്ചിരിക്കുന്ന ഒരു പാത്രമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 26:16 വാക്യം: എങ്കിലും എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാം, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കും എന്ന് കൽപ്പിച്ചു. അനേകരുടെ കണ്ണ് തുറപ്പാൻ, അനേകരെ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിൽ വെളിച്ചം കാണിച്ചു കൊടുപ്പാൻ ദൈവം അവനെ നിയമിച്ചു. അവനെ മാന്യനായി കണ്ടിട്ടാണ് ദൈവം അവനെ അങ്ങനെ ആക്കി വെച്ചത്. ഒരു നല്ല വ്യക്തിത്വം ദൈവം അവനിൽ രൂപപ്പെടുത്തി. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ധാരാളം സൈക്കോളജിക്കൽ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ദൈവമക്കളെ, ഈ ഡിവൈസുകളുടെ മുൻപിലിരിക്കുന്ന നിങ്ങൾക്കൊക്കെ പറയാൻ കഴിയും, രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ പെരുമാറ്റത്തിലും മറ്റുള്ളവരോടുള്ള സംഭാഷണത്തിലും ഒരു വീട്ടിൽ ചെന്നാൽ പെരുമാറേണ്ട കാര്യത്തിലെല്ലാം ഏറെ വ്യത്യാസം ദൈവം നമുക്ക് തന്നു. ശരിയാണെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞ്.
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആ വ്യക്തിത്വത്തെ തന്നെ ദൈവം മാറ്റി. എല്ലാവരും ചിരിക്കുന്നതിൽ നമുക്ക് ചിരി വരികയല്ല, എല്ലാവരും കരയുന്നിടത്ത് നമ്മൾ കരയില്ല, എല്ലാവരും സങ്കടപ്പെടുന്ന വിഷയത്തിനകത്ത് നമ്മൾ ബോൾഡായിരിക്കും. ഒരു സമഗ്രമായൊരു മാറ്റം നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് എല്ലാം അവൻ വരുത്തി. ശരിക്കും കർത്താവായ യേശുക്രിസ്തു എന്തിനാണ് ദമസ്കോസിൽ അവന് പ്രത്യക്ഷനായത്? അതാണ് നമ്മൾ 26-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് നമ്മൾ കേട്ടത്. ശുശ്രൂഷകനും സാക്ഷിയുമായിരിക്കാൻ അവൻ എനിക്ക് പ്രത്യക്ഷനായി. ഞാൻ എന്റെ കർത്താവിന്റെ ഒരു ശുശ്രൂഷകനും, ഞാൻ എന്റെ കർത്താവിന്റെ വേല സംബന്ധിച്ച് ഒരു സാക്ഷിയുമായിരിക്കേണ്ടതിന് എന്റെ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തു. അതിനായിട്ട് അവൻ എന്നെ മാനിച്ചു. ഓർക്കണേ, യഹൂദന്മാരിൽ തീവ്രവാദികൾ മാത്രം മാനിച്ചിരുന്ന പൗലോസിനെ ലോകത്തിന്റെ 5 വൻകരകളിലുമുള്ള ധാരാളം ദൈവമക്കൾ മാനിക്കുവാൻ തക്കവണ്ണം ഒരു മാനപാത്രമായി അവനെ ദൈവം തെരഞ്ഞെടുത്തു. മറ്റുള്ളവർ മാനിക്കുവാൻ തക്കവണ്ണം. നമ്മൾ മാന്യത തേടിപ്പോകുകയല്ല, മാന്യത നമ്മെ തേടി വരികയാണ്. മാന്യത നമ്മെ തേടി വരികയാണ്. പദവിയും സ്ഥാനവും നമ്മൾ അന്വേഷിച്ചു പോവുകയല്ല, നമ്മളെ അന്വേഷിച്ചു വരികയാണ്. മൊർദെഖായി നിങ്ങൾക്കറിയാലോ, മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ കൊട്ടാരവാതിൽക്കൽ വാതിൽ കാവൽക്കാരനായി വഴിയരികിൽ കിടന്നതാണ്. പക്ഷെ ഇന്ന് നിങ്ങളൊന്നും തല ഉയർത്തി നോക്കിക്കേ, ഹാമാൻ ഉണ്ടാക്കിയ രഥത്തിൽ അവനെ തൂക്കിക്കൊല്ലുവാനായിട്ട് വിധി വാങ്ങിക്കാനിരുന്നവൻ വിധിയൊക്കെ വാങ്ങിച്ചു, പക്ഷേ ആ വിധി തനിക്കായി പോയി എന്ന് മാത്രം. പടിവാതിൽക്കൽ കിടന്ന മൊർദെഖായിയെ ദൈവം മാനിച്ചു. ദൈവമക്കളെ, ദൈവം മാനിച്ചു. ദൈവം ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചു. സാമുവൽ ബ്രിങ്കാൾ, ഡേവിഡ് ലിവിങ്സ്റ്റൺ, ഇങ്ങനെ വളരെ ഭക്തന്മാരായ ധാരാളം സാധുക്കളെ ദൈവം ഉയർന്ന ലെവലിൽ എത്തിച്ചു. നമ്മളൊന്നും അതിന് പറയാൻ അർഹരല്ലെങ്കിൽ പോലും ഒരു നോക്കിന് ഗതിയില്ലാതെ പറമ്പിൽ കിടന്ന് ഭക്ഷണത്തിനും ആഹാരത്തിനും പാർപ്പിടത്തിനും പോരാടി ജീവിച്ചിരുന്ന എന്നെ എന്റെ ദൈവം ഉയർത്തി വലുതാക്കി. ആമീൻ. അങ്ങനെ വിശ്വസിക്കുന്നവരൊക്കെ അവന്റെ മുൻപിൽ ഇരുന്ന് പറയണം, എന്നെ വളർത്തിയത് നീയാണ്, എന്നെ ഉയർത്തിയത് നീയാണ്. ഇന്ന് ഞാൻ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കസേര വലിച്ചിട്ട് തരുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പന്റെയും അമ്മയുടെയും ഗുണമോ ഞാൻ ജനിച്ചു വീണ തറവാടിന്റെ മഹത്വമോ അല്ല. കർത്താവേ, നീ എനിക്ക് തന്ന മാന്യതയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മാന്യതയ്ക്കെല്ലാം ഞാൻ അപാത്രം. ഉന്നതന്മാരുടെ കൂടെ ഇരിപ്പാൻ, ഉന്നതന്മാരോടൊപ്പം മേശ പങ്കിടാൻ, അവരോടൊപ്പം വലിയ വലിയ സൗകര്യങ്ങളിൽ സഞ്ചരിപ്പാൻ
സാധുവായ നമ്മളെ സാറേ സാറേ എന്ന് വിളിച്ച് മാനിച്ച് കൊണ്ട് നടക്കുക. എന്തും തരാൻ, എന്തും ചെയ്യാൻ, അതിനെല്ലാം ഞാൻ അപാത്രമാണ്. എന്റെ കർത്താവ് അവൻ സൗവരിനെ മാനപാത്രമാക്കി. തീർന്നില്ല, എന്നെയും എന്റെ ദൈവം മാനിച്ചു. എന്റെ കൂടെ ഒന്ന് പറയാൻ പറ്റുമോ? എന്നെയും എന്റെ ദൈവം മാനപാത്രമാക്കി. എവിടെ കിടന്നതാണ്? അഴുക്ക് പിടിച്ച പാത്രമായി. ആരും എന്നിലൊരു യോഗ്യതയും കാണാതെ, അംഗീകാരമോ അഭിനന്ദനങ്ങളോ ലഭിക്കാതെ അങ്ങ് കിണറ്റിങ്കിൽ കിടന്ന വെറും കൽപ്പരണി അതിനെ ഇന്ന് മെത്തരമായ വീഞ്ഞുള്ള പാത്രമാക്കി. അതിനെ ഉയർത്തിക്കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. മാനിക്കപ്പെട്ട പാത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ജീവിതത്തിൽ എന്തെല്ലാം മറന്നാലും ഇത് മറക്കരുത് കേട്ടോ. ദൈവം എന്നെ മാനിച്ചു. ഞാനത് പലപ്പോഴും ധ്യാനിക്കുമ്പോൾ ഓർക്കാറുള്ള ഒന്നാണ്. അവൻ പോകാൻ സമയം നമ്മളോട് പറഞ്ഞു, ഞാൻ പോകും, നിങ്ങൾക്ക് നൽകുന്നത് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ നിങ്ങൾ വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് നിങ്ങളെ ഞാൻ ചേർത്തുകൊള്ളും. ഓ കേട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന്. എവിടെയാണോ ഞാൻ ഇരിക്കുന്നത് അവിടെ നീയും ഇരിക്കുന്നേ. എന്റെ കർത്താവ് എവിടെ ഇരിക്കുന്നുവോ അവിടെ അവൻ എന്നെ ഇരുത്തും. എന്റെ കർത്താവ് ഇതിനേക്കാൾ കൂടുതൽ എന്ത് മാനിക്കാൻ. കഷ്ടമനുഭവിക്കുന്ന പാത്രം. 2 കൊരിന്ത്യർ 4:7 മുതൽ 10 വരെ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നുള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിന് വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ ശരീരത്തിൽ എന്തെല്ലാം വിഷമങ്ങൾ ഏൽക്കേണ്ടി വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, കഷ്ടമനുഭവിപ്പാൻ എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 11:23 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. നമ്മൾ പലവട്ടം വായിക്കുകയും മാർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ സേവത്തിലകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാരുടെ ആപത്ത്, സ്വന്തം ജനത്താരുടെ ആപത്ത്, ജാതികളാരുടെ ആപത്ത്,
പട്ടണങ്ങളിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കണപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത, എന്നെ എന്റെ ദൈവം കഷ്ടം അനുഭവിക്കുന്ന ഒരു പാത്രമാക്കി മാറ്റി. ഒരിക്കലും മടുത്തു എന്നുള്ള വാക്ക് പറയരുത്. ഞാൻ മിഷനിൽ എന്റെ സഹപ്രവർത്തകരോട് പറയും, ആ വാക്ക് ഉപയോഗിക്കരുത്. മടുത്തു. സഹിക്കാനാ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. കഷ്ടങ്ങളെ സഹിപ്പാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തന്റെ കഷ്ടാനുഭവങ്ങളുടെ ഒരു പട്ടിക നമുക്കിവിടെ കാണാം. യേശു തെരഞ്ഞെടുത്ത പാത്രം, യേശു തെരഞ്ഞെടുത്ത പാത്രം, ആ പാത്രത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, എന്നെ തെരഞ്ഞെടുത്തവൻ കഷ്ടം അനുഭവിച്ചതുപോലെ എനിക്ക് കഷ്ടം അനുഭവിക്കണം. നാം സഹിക്കുന്നുവെങ്കിൽ കൂടെ വാടും. 2 തിമോത്തിയോസ് 2:11-12. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ദൈവമക്കളെ, ചില പാത്രങ്ങൾ തെരഞ്ഞെടുത്ത ആ പാത്രം അവിശുദ്ധമായ അഴുക്കുള്ള പാത്രമായിരുന്നു. അതിനെ അവൻ കഴുകി, അത് ഒഴിഞ്ഞ പാത്രമായി. അതിനെ അവൻ നിറച്ചു, വേർതിരിച്ചു, മാനിച്ചു, കഷ്ടമനുഭവിക്കാൻ പ്രാപ്തമാക്കി. ദൈവത്തിന് സ്തുതി. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രം, എന്റെ നാമത്തിന് 16-ാമത്തെ വാക്യം, 9:16, എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. വിളിച്ചപ്പോഴേ പരിചയപ്പെടുത്തി എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന്. നമ്മളൊക്കെ എങ്ങനെയാ? നമ്മൾ സുഖിക്കാനാണ് വിശ്വാസത്തിലേക്ക് വന്നേക്കുന്നത്. നമുക്ക് രോഗം വരാൻ പാടില്ല, നമുക്ക് ദുഃഖം വരാൻ പാടില്ല, നമ്മളുടെ ആരും മരിച്ചു പോകാൻ പാടില്ല, നമ്മുടെ ജോലി നഷ്ടപ്പെടാൻ പാടില്ല, നമ്മുടെ വണ്ടിക്ക് തകരാറ് വരാൻ പാടില്ല, പിന്നെ നമ്മുടെ മക്കൾക്ക് രോഗം വരാൻ പാടില്ല, നമുക്ക് എന്ന് വേണ്ട ഇതൊന്നും വരുന്നത്. പക്ഷെ പൗലോസിനെ എങ്ങനെയാ ദൈവം തെരഞ്ഞെടുത്തെന്ന് അറിയാമോ? എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് അവനെ കാണിച്ചു കൊടുത്തിട്ട് വിളിച്ചു. കഷ്ടം അനുഭവിപ്പാൻ അവൻ, അവന്റെ നാമത്തെ പ്രതി ഒരു കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ വിട്ടുപോകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമേ, കരുണയുള്ള നിനക്കിഷ്ടമുള്ള മാനപാത്രമായി, നീ സ്നേഹിക്കുന്ന ഒരു പാത്രമാക്കി എന്നെ മാറ്റും. കർത്താവേ, എന്നെ നീ എപ്പോഴും ഉപയോഗിക്കണം. എല്ലാവരുടെയും നടുവിൽ ഈ പാത്രത്തെ നീ ഉപയോഗിക്കും. അഴുക്കുള്ള ജീവിതത്തെ കഴുകി നിറച്ച് കൃപ തന്ന് വിളിച്ച് നിയമിച്ച് എല്ലാം തന്ന കർത്താവേ, നിനക്ക് നന്ദി, നിനക്ക് നന്ദി. നമുക്ക് യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ നമ്മുടെ സങ്കടങ്ങളെ തീർക്കാൻ മതിയായവനാണ്. അവൻ നമ്മളെ സഹായിക്കാൻ മതിയായവനാണ്. യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു.